പ്രിയപ്പെട്ട എല്ലാ ഫാർമസിസ്റ്റ് ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ ഫാർമസി വിദ്യാർത്ഥികൾക്കും ഫാർമാടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഡോസേജ് ഫോമിനെ കുറിച്ചൊരു ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് പാർട്ട് 1 ആണ്. ഡോസേജ് ഫോമിൻ്റെ ക്ലാസിഫിക്കേഷൻ പാർട്ട് 2 ആണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായും ഡോസേജ് ഫോമിൻ്റെ പാർട്ട് 1 കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ ക്ലാസിഫിക്കേഷൻ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാർട്ട് 2 മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ആ പാർട്ട് 1 പറഞ്ഞിരുന്നത് ഡോസേജ് ഫോം എന്താണെന്നും ഡോസും ഡോസേജ് ഫോമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും ഡോസേജ് ഫോമിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യകത എന്താണെന്നും നാം മനസ്സിലാക്കിയിരുന്നു. വിവിധ തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, അതായത് ബേസ്ഡ് ഓൺ ദ ഫിസിക്കൽ സ്റ്റേറ്റ്, ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു സോളിഡ്, ലിക്വിഡ്, സെമി സോളിഡ്, അതുപോലെ തന്നെ ഗേഷ്യസ് ഡോസേജ് ഫോം അങ്ങനെ പറഞ്ഞിരുന്നു, റിവിഷൻ പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത്തത് ക്ലാസിഫിക്കേഷൻ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ബേസ്ഡ് ഓൺ ദ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഒരു ഡ്രഗ് എങ്ങനെയാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡോസേജ് ഫോമിനെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഇവിടെ പ്രധാനമായും 2 വാക്കുകളൊന്ന് എൻട്രലും പാരൻട്രലുമാണ്. എൻട്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പണായി കിടക്കുന്ന എൻട്രൻസ്, ഡയറക്റ്റ് ഓപ്പണിംഗ് ഉള്ള സ്ഥലത്തൂടെ കൊടുക്കുന്ന മരുന്നുകളാണ് എൻട്രൽ റൂട്ടുകൾ എന്ന് പറയുന്നത്, അല്ലേ? മറ്റൊന്ന് പാരൻട്രൽ അല്ലെങ്കിൽ ഓറലും പാരൻട്രലും എന്ന് സിമ്പിളായി പറയാം. ഓറലി നമ്മൾ കഴിക്കുന്ന, വായിലൂടെ കഴിക്കുന്ന പ്രധാനപ്പെട്ട ടാബ്ലറ്റ്, അതുപോലെ തന്നെ ക്യാപ്സൂൾസ്, പൗഡേഴ്സ്, സസ്പെൻഷൻ, സൊല്യൂഷൻ, എമൽഷൻ, എലിക്സർ, അതുപോലെ തന്നെ സിറപ്പ്, ജെല്ല്, പിൽസ്, ഇതൊക്കെ ഓറൽ റൂട്ടിലൂടെ കൊടുക്കുന്ന സാധനങ്ങളാണ്. ഇനി പാരൻട്രൽ റൂട്ടിലൂടെ സാധാരണ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് സൊല്യൂഷനും സസ്പെൻഷനും എമൽഷനും ഒക്കെയാണ്, അല്ലേ? അപ്പം പാരൻട്രൽ എന്ന് പറയുമ്പോൾ ഇഞ്ചെക്ഷൻസ് ആണ് പ്രധാനമായും വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇഞ്ചെക്ഷൻസ് നമുക്കറിയാം. ഒന്നാമതായി ഇൻട്രാവീനസ് ഇഞ്ചെക്ഷൻ, അത് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു പോകുകയാണ്. ഒന്ന് ഇൻട്രാവീനസ് ഇഞ്ചെക്ഷൻ. ഇൻട്രാവീനസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഡയറക്റ്റ് വെയിനിലേക്ക് കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസ്, അല്ലേ? ഡയറക്റ്റ് വെയിനിലേക്ക് കൊടുക്കുന്ന മരുന്നുകളാണ് IV അഥവാ ഇഞ്ചെക്ഷൻസ്, അല്ല ഇൻട്രാവീനസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഫ്ലൂയിഡുകളെല്ലാം. അതുപോലെ DNS ആണെങ്കിലും RL ആണെങ്കിലും NS ആണെങ്കിലും ഒക്കെ ഡയറക്റ്റ് നമ്മുടെ IV ആയിട്ട് കൊടുക്കുന്ന, ഇൻട്രാവീനസ് ആയി കൊടുക്കുന്ന എക്സാമ്പിൾസ് ആയിട്ട് പറയാം. അടുത്ത മറ്റൊരു ഇഞ്ചെക്ഷനാണെന്ത്? സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻ. സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻ അത് SC എന്നൊക്കെ നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ കാണാറുണ്ട്. SC അതെന്ന് പറഞ്ഞാൽ ഗീവൺ ടു ദ ഫാറ്റി ടിഷ്യൂസ് ജസ്റ്റ് ബിനീത്ത് ദ സ്കിൻ. നമ്മുടെ സ്കിന്നിന് തൊട്ട് താഴെയായിട്ടുള്ള ഫാറ്റി ടിഷ്യൂവിലേക്ക് കൊടുക്കുന്നതാണ് സാധാരണയായി ഈ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാണ്? ഇൻസുലിൻ. ഇൻസുലിൻ ഒരു SC ആണ്, സബ്ക്യൂട്ടേനിയസ് ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ ഹെപ്പാരിൻ ഒരു ഇഞ്ചെക്ഷനാണ്. അതുപോലെ തന്നെ സാധാരണ ഇത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ യൂഷ്വലി ഇറ്റ് ഇസ് ഗീവൺ ടു അബ്ഡുമിൻ, അതുപോലെ തന്നെ അപ്പർ ആം, നമ്മുടെ കൈയിലും തൊടയിലും ഒക്കെയാണ് സാധാരണയായി സബ്ക്യൂട്ടേനിയസ് ഇഞ്ചെക്ഷൻ കൊടുക്കാറുള്ളത്. അടുത്തതറിയേണ്ടത് ഇൻട്രാമുസ്കുലാർ ഇഞ്ചെക്ഷൻ. പാരൻട്രൽ റൂട്ടിലെ വിവിധ ഇഞ്ചെക്ഷനുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഇൻട്രാവീനസ്, രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞു, മൂന്നാമത്തെ നമ്മൾ പറയുന്നത് ഇൻട്രാമുസ്കുലാർ. ആ മുസ്കുലാർ എന്ന് പറയുന്ന വാക്ക് തന്നെ നമുക്കറിയാം ഈസ് ഗീവൺ ടു ദ മസിൽസ്, അല്ലേ? ഡയറക്ട്ലി ഇൻ ടു മസിൽസ് ഹാവിങ് ഗുഡ് ബ്ലഡ് സപ്ലൈ. മസിൽസിന് നല്ല ബ്ലഡ് സപ്ലൈ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് മസിൽസിലേക്കാണ് ഇത് കൊടുക്കുന്നത്, അല്ലേ? അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? വാക്സിൻസ്, അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഇഞ്ചെക്ഷൻ. വൈറ്റമിൻ B12 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ. വൈറ്റമിൻ B12 ഈസ് യൂഷ്വലി ഗീവൺ ബൈ ഇൻട്രാമുസ്കുലാർ. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള PSC പരീക്ഷയ്ക്കും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് വൈവയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഫാർമസി സ്റ്റുഡൻസിനോട് വൈവയ്ക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മറ്റൊരെണ്ണമാണ് ഇൻട്രാഡെർമൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡെർമിസിലേക്ക്, അതായത് ബിലോ ദ ഔട്ടർ സർഫസ്, ജസ്റ്റ് ബിലോ ദ ഔട്ടർ സർഫസ് ഓഫ് ദ സ്കിൻ, അല്ലേ? ഡെർമിസ്, അല്ലേ? ഡെർമിസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന, അത് നമ്മൾ സാധാരണ ടെസ്റ്റ് ഡോസൊക്കെ എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, TB ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അലർജി ടെസ്റ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കത്തില്ലേ? സാധാരണ അത് ചെയ്ത് കഴിയുമ്പോൾ ബമ്പ്, ഒരു വീൽ പോലെ നമ്മുടെ തൊലി ഇങ്ങനെ പൊങ്ങി വരും. അലർജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയും അതുപോലെ സ്കിന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. അടുത്തുള്ളത് ഇൻട്രാതീക്കലാണ്. ഇൻട്രാതീക്കൽ ഇഞ്ചെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ഇൻ ടു ദ സ്പൈനൽ ഫ്ലൂയിഡ്, സ്പൈനൽ കോഡിലേക്ക് കൊടുക്കുന്ന ഇഞ്ചെക്ഷനാണ് ഇൻട്രാ
തീക്കൽ, അതായത് സബ് അരക്കിനോട് സ്പേസിൽ കാണപ്പെടുന്ന നല്ല സ്പൈനൽ ഫ്ലൂയിഡില്ലേ അതിനകത്തേക്ക് ഡയറക്റ്റ് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ് CSF, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ് ഇൻട്രാ തീക്കൽ. എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എന്നൊക്കെ നട്ടല് വളച്ച് ഇഞ്ചെക്ഷൻ എടുക്കുന്നത്. അപ്പോൾ അതാ ഇൻട്രാ തീക്കൽ ഇൻറ്റു ദ സ്പൈനൽ കോഡ് അഥവാ CSF എന്ന് പറയും, സബ് അരക്കിനോട് സ്പേസ്. അത് സ്പൈനൽ അനസ്തേഷ്യയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ കീമോതെറാപ്പിക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് മെനിഞ്ചൈറ്റിസ്, ഇപ്പോൾ പറയുന്ന മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന മസ്തിഷ്ക ജ്വരം, അതിനൊക്കെ കൊടുക്കുന്ന ഇഞ്ചെക്ഷൻസൊക്കെ സാധാരണ ഇൻട്രാ തീക്കലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പാരൻ്റൽ റൂട്ട് നമ്മൾ കണ്ടു. ഇനി വേറൊരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഓപ്പണിങ്ങിനുള്ളത് സപ്പോസിറ്ററി റെക്റ്റൽ റൂട്ടിലൂടെ കൊടുക്കുന്ന അല്ലേ, റെക്റ്റൽ റൂട്ടിലൂടെ കൊടുക്കുന്ന സപ്പോസിറ്ററീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇനുമ ഉണ്ട്, ഓയിൻമെൻ്റ് ഉണ്ട്, ഡൂഷെ, ക്രീം, ഇതൊക്കെ എന്താണ് മറ്റൊരു പാരൻ്റൽ റൂട്ടെന്ന് നമുക്ക് വേണേൽ പറയാവുന്നതാണ് അല്ലേ. അതുകൂടാതെ സബ്ലിംഗലി കൊടുക്കുന്ന ടാബ്ലറ്റും ലോസഞ്ചീസും ഉണ്ട്. സബ്ലിംഗൽ എന്നറിയാമല്ലോ, അണ്ടർ ദ ടെങ്, നാവിൻ്റെ അടിയിൽ വെക്കുന്ന മെഡിസിൻ സബ്ലിംഗൽ. അത് നമ്മളിപ്പോൾ നൈട്രോഗ്ലിസറിൻ, ആഞ്ചൈന പെക്ടോറിസ് വരുന്ന കണ്ടീഷനിൽ നൈട്രോഗ്ലിസറിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് അങ്ങനെയാണല്ലേ. മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ വജൈനൽ ഓപ്പണിങ്ങിൽ വെക്കുന്ന മെഡിസിൻസ് പറയുന്ന സപ്പോസിറ്ററി എന്നല്ല, അതിന് പറയുന്നത് പെസറീസ് എന്നാണ്. സാധാരണ എക്സാംസിനൊക്കെ ചോദിക്കുന്നതാണ്. വജൈനൽ സപ്പോസിറ്ററീസ് കോൾഡ് പെസറീസ്. തെറ്റിപ്പോകുന്നതാണ്, ഡോക്ടേഴ്സ് പോലും തെറ്റിച്ച് പറയുന്ന. നമ്മൾ അതിന് സപ്പോസിറ്ററി എന്നല്ല പറയുന്നത്, അതിന് പെസറീസ് എന്നാണ് പറയുന്നത്. വജൈനൽ സപ്പോസിറ്ററീസ് ഈസ് കോൾഡ് സിംഗിൾ വാക്ക് എന്ന് പറഞ്ഞാൽ പെസറി എന്നാണ് അത് വാക്കുന്നത്. ആ വാക്ക് നിങ്ങൾ ഓർത്തോണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഓർക്കേണ്ടത്. എൻട്രലും പാരൻട്രലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇഞ്ചെക്ഷൻസിനെ കുറിച്ച് പറഞ്ഞു. സബ്ലിംഗൽ ടാബ്ലറ്റ്, ആ മെഡിസിൻ വിച്ച് ഈസ് യൂസ്ഡ് അണ്ടർ ദ ടെങ് അല്ലേ, നമ്മുടെ ടാബ്ലറ്റും ലോസഞ്ചീസുമാണ്. ആ കൂട്ടത്തിലൊരു കാര്യം ഞാൻ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുകയും വേണം. ഞാൻ ഈ ഫാർമസിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കേൾക്കാനും പറ്റും. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ക്ലാസ്മേറ്റ് ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയേണ്ടത്. ഞാൻ ഈ ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ പറയാൻ പറ്റൂ ക്ലാസിഫിക്കേഷനെ, അപ്പോൾ അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ ഫിസിക്കൽ സ്റ്റേറ്റിൽ പറഞ്ഞു, 4 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു: സോളിഡ്, ലിക്വിഡ്, സെമി സോളിഡ്, ഗ്യാഷ്യസ്. ഇപ്പോൾ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ്റെ ബേസിൽ പറയുകയാണ്. ഓറലും എൻട്രലും പാരൻട്രലും അല്ലേ, 2 തരത്തിലുള്ള റൂട്ടുകളാണ് ഉള്ളത്. അതിൽ ഓറൽ നമുക്കറിയാം ടേബ്ലറ്റും പൗഡേഴ്സുമാണ്. പാരൻട്രൽ റൂട്ടിലാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇഞ്ചെക്ഷൻസ്. ആ ഇഞ്ചെക്ഷൻസിൻ്റെ ഓരോന്നും സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. IV എന്താണെന്ന് പറഞ്ഞാൽ ഇൻട്രാവീനസ് ആണ്, ഡയറക്റ്റ് വെയിനിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന മരുന്നുകൾ. അതിന് ആക്ഷൻ വളരെ കൂടുതലായിരിക്കും, പെട്ടെന്നായിരിക്കും. അതുപോലെ തന്നെ സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗീവൺ ടു ദ ഫാറ്റി ടിഷ്യൂസ് ജസ്റ്റ് ബിനീത്ത് ദ സ്കിൻ, സ്കിന്നിന് തൊട്ട് താഴെയായിട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന ഫാറ്റി ടിഷ്യൂലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതാണ് സബ്ക്യൂട്ടേനിയസ്. എക്സാമ്പിൾ പറയുന്നത് ഇൻസുലിനും ഹെപ്പാരിനും ഒക്കെയാണ് കേട്ടോ, അത് ഓർത്തോണം. IM ആയിട്ട് പോകുന്നത് ഡയറക്റ്റ്ലി ഇൻറ്റു ദ മസിൽസ് ആണ്. വാക്സിൻസും വൈറ്റമിൻ B12 ഡയറക്റ്റ്ലി ഇൻറ്റു ദ മസിൽസ്. നമ്മൾ TT ഒക്കെ എടുക്കുന്ന IM ആയിട്ടാണ് TT ഒക്കെ പോകുന്നത് കേട്ടോ, അത് ഓർത്തണം. ഇൻട്രാഡെർമൽ അറിയാം, TBയുടെ സ്കിൻ ടെസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇൻട്രാഡെർമൽ. അതുപോലെ അലർജി ടെസ്റ്റ്, മരുന്നുകളുടെ അലർജി ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതും നമ്മൾ ഈ ഇൻട്രാഡെർമലാണ്. അല്ലെങ്കിൽ വീൽ ബമ്പ് പോലെ തൊലിയിൽ വരുന്നത് ഏത് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴാണെന്നൊക്കെ ചോദിക്കാം. അത് ഇൻട്രാഡെർമൽ എടുക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത് കേട്ടോ. നമ്മൾ അലർജി ടെസ്റ്റുകളൊക്കെ ഇൻട്രാ തീക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ടേമാണ് ഇൻട്രാ തീക്കൽ. നമ്മൾ ഇഞ്ചക്ഷൻ ഇൻറ്റു ദ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. മറ്റൊരു വേർഡാണ് ഇൻട്രാ അട്രിക്കുലാർ, അതായത് നമ്മുടെ ജോയിൻസിന് എടുക്കുന്ന ഇഞ്ചക്ഷൻ. നമ്മുടെ നീ ജോയിൻസ്, ഹിപ്പ് ജോയിൻസ്, ആമിൻ്റെയൊക്കെ ജോയിൻസിന് എടുക്കുന്ന, കൈമുട്ടിൻ്റെയും കാൽമുട്ടിൻ്റെയൊക്കെ ജോയിൻസിന് എടുക്കുന്ന ഇഞ്ചക്ഷനാണ് ഇൻട്രാ അട്രിക്കുലാർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ സ്റ്റിറോയിഡുകളും അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗൊക്കെ ഡയറക്റ്റ് നീ ജോയിൻസിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ഇൻട്രാ അട്രിക്കുലാർ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയും ടേമുകൾ പ്രധാനമായും നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം എല്ലാവരും ക്ലാസ് ശ്രദ്ധിക്കണം. നന്ദി.